അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സുഹൃത്തുക്കളെ, ഇന്ന് നാം റമളാൻ്റെ 19ാമത്തെ ദിവസത്തിലാണ്. ഏകദേശം പകുതിയിലധികം ദിവസം നമ്മൾ നോമ്പ് നോൽക്കുകയും നമസ്കരിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും എഴുത്തിക്കാഫിരിക്കുകയും അതുപോലെ വിജ്ഞാന സദസ്സുകളൊക്കെ ഇരുന്നു കൊണ്ട് പുണ്യങ്ങൾ നമ്മൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് നാം ആരാധനകൾക്ക് ഒപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ പാരിസ്ഥിതികമായ വിഷയം. ഇന്ന് വരൾച്ച എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ദർ ഇസ് നോ ഇനഫ് വാട്ടർ ടു ഡ്രിങ്ക് ഇൻ ദ വേൾഡ്. മനുഷ്യ ജീവികൾക്ക് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് മറ്റു മനുഷ്യേതര ജീവികൾക്കൊക്കെ ഇന്ന് ജലം ആവശ്യമാണ്. സ്കാർസിറ്റി ഓഫ് വാട്ടർ അത് ഇന്നത്തെ ലോകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണർത്തുന്ന ഒന്നാണ്. അവിടെയാണ് നമ്മൾ ജലസംരക്ഷണം എങ്ങനെ നിർവഹിക്കണം എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത്. യഥേഷ്ടം മഴ വരുന്ന ഒരു പ്രദേശമാണ് കേരളം. പക്ഷേ കേരളത്തിൽ ഇന്ന് വേണ്ടത്ര മഴ ലഭിക്കുന്നില്ല. കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് അതീതമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ വേണ്ടത്ര കുടിവെള്ളം നമുക്കില്ല. ഇപ്പോൾ ലോകത്ത് തന്നെ കുടിവെള്ളം എന്നുള്ളത് ഏറ്റവും വലിയ ഡിമാൻഡായി വരുന്നൊരു കാര്യമാണ്. ഇപ്പം വിദേശ രാഷ്ട്രങ്ങൾ, ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ പെട്രോളിയത്തേക്കാൾ കൂടുതൽ വിലയാണ് കുടിവെള്ളത്തിന്. ഇനി അടുത്തൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് കുടിവെള്ളത്തിനായിരിക്കും. ലോകത്തെ പല രാഷ്ട്രങ്ങളിൽ, ഇപ്പോൾ ബൊളീവിയ എന്ന രാഷ്ട്രം, അവിടെ കുടിവെള്ളത്തിന് റേഷൻ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെയാണ് പ്രവാചക ദർശനം ഏറെ ശ്രദ്ധേയമാവുന്നത്. പ്രവാചകൻ ഒരിക്കൽ പറയുകയുണ്ടായി, കുത്തിയൊലിച്ചു പോകുന്ന നദിയിൽ നിന്നും നിങ്ങൾ wudu ചെയ്യുകയാണെങ്കിൽ അതിലും നിങ്ങൾ പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ്. അവിടെയും ഒരു ലിമിറ്റേഷൻ വേണം. ഉദാഹരണമായി ഒരു വലിയ വെള്ളച്ചാട്ടം, ആ വെള്ളച്ചാട്ടത്തിൽ പോയി നമ്മൾ wudu എടുക്കുക എന്ന് വിചാരിക്കാം. എന്നാൽ പോലും നമ്മുടെ ആവശ്യത്തിന് മാത്രം മിതമായി അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വെള്ളം കാണുമ്പോൾ നമ്മൾ ധാരാളമായി ഉപയോഗിക്കുന്നു, വെള്ളമില്ലാത്തപ്പോൾ അതിൻ്റെ കഷ്ടതകൾ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ കഴിഞ്ഞ 1-2 മാസങ്ങളായി കേരളത്തിലുടനീളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച, സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകൾ പാത്രവുമായി കുടവുമായി വെള്ളത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാൻ സാധിച്ചത്. അപ്പോൾ അവിടെ നമുക്കൊരു ജലസാക്ഷരത നൽകാൻ നമുക്ക് സാധിക്കണം. എങ്ങനെ ജലം ഉപയോഗിക്കണം, എങ്ങനെ ജലം സംഭരിക്കണം. ഇപ്പോൾ മഴക്കാലം വരാൻ പോവുകയാണ്. എങ്ങനെ ജലം നമ്മൾ സംരക്ഷിക്കണം, സംഭരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ശാസ്ത്രീയപരമായി നമ്മൾ അതൊക്കെ പ്രാവർത്തികമാക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ജലം സംരക്ഷിക്കാൻ സാധിക്കും. കാരണം ഈ ലോകമെന്ന് പറയുന്നത് കേവലം നമുക്ക് മാത്രമല്ല, മനുഷ്യന് മാത്രമല്ല, ഇവിടെ മൃഗങ്ങൾക്ക് ഇവിടുത്തെ വിഭവങ്ങൾ ആവശ്യമാണ്. ഇവിടുത്തെ മറ്റു ജീവജാലങ്ങൾക്ക്, പക്ഷികൾക്ക്, ഈവൻ വൃക്ഷങ്ങൾക്ക് പോലും ജലം ആവശ്യമാണ്. പ്രകൃതിയുടെ നിലനിൽപ്പിനെ തന്നെ ഇന്ന് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് ആവശ്യാനുസരണത്തിന് മാത്രം നമ്മൾ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വരാൻ പോകുന്ന മറ്റൊരു തലമുറയുണ്ട്. അവർക്ക് കൂടി ഈ ഭൂമിയെ നമ്മൾ സുരക്ഷിതമായി കൈമാറേണ്ടതുണ്ട്. ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ ഭൂമിയോട് നീതി കാണിക്കുക.